Hello, a very good morning to all. So, good morning. Chat box ൽ just ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാരും സെഷന് റെഡി ആണോ? നിങ്ങൾ മാക്സിമം ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആവാം കേട്ടോ. വീഡിയോയിൽ വരാൻ പറ്റുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ അപ്പിയർ ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സബീന. ഗുഡ് മോർണിംഗ് ഉനൈസ് സാർ. ഓക്കെ, എല്ലാരും എവിടെയുണ്ടോ? ഓക്കെ, എല്ലാവരുടെയും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയാണോ? ഓക്കെ, യെസ്. സോ ഇന്നാണ് നമ്മുടെ എംപവറിങ് യുവർ പാരന്റിങ് എന്ന് പറഞ്ഞ സീരീസിന്റെ ഫസ്റ്റ് ഡേ. നമ്മൾ 2 ഡേയ്സിലായിട്ടാണ് സെഷന് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഫസ്റ്റ് സെഷന് ഇന്നായിരിക്കും. നമുക്ക് സെഷനിലേക്ക് എൻറ്റർ ആകുന്നതിന്റെ മുൻപ് നമുക്കൊരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷന് പ്രിപ്പയർ ചെയ്യാം. മെഡിറ്റേഷൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ തരാം. അതായത് നമ്മളിപ്പോ ഡെയിലി ഓരോ കാര്യങ്ങളിലൂടെ നമ്മളുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും നമ്മുടെ കൂടെ നിൽക്കണം, അല്ലെ? അപ്പം നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ ഫോക്കസ് കിട്ടാനും കുറച്ചും കൂടെ ഒന്ന് അലൈൻഡ് ആവാനും ഒക്കെ നമുക്ക് മെഡിറ്റേഷൻ നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നമ്മൾ ബോഡിക്ക് ഫിസിക്കൽ ആയിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് ട്രെയിൻ ചെയ്യുന്ന പോലെ നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നതാണ്. അതായത് ജസ്റ്റ് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇരിക്കാം. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്റ്റീവ് തോട്ട്സുകളൊക്കെ വരാം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ആ ഒരു ഫോക്കസ് കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മളൊരു ഫോക്കസ് കാര്യങ്ങൾ ശ്വാസത്തിൽ മാത്രം കൊണ്ടുവരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ ടൈമും നമുക്ക് കുറച്ചും കൂടെ ഒരു കാംനെസ് ഒക്കെ കിട്ടും. അപ്പൊ ഈ കാംനെസ്സിൽ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഹാപ്പിനെസ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് നമ്മുടെ ശ്വാസത്തിൽ തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയൊക്കെ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കിയിട്ട് കുറച്ചൊന്ന് കാം ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡിയെ കംപ്ലീറ്റ്ലി ഒന്ന് കാം ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കൊണ്ടുപോയി ഇരുത്താണ് വേണ്ടത്. ഓക്കെ, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, ബോഡിക്ക് ഒന്നും ടെൻഷൻസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഓൾസോ ഫോണ് കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഫോൺ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ കൈയൊക്കെ ഫ്രീ ആക്കി ഇടാം കേട്ടോ. എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ റെഡി എന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, റെഡി. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. നിങ്ങൾ ചാറ്റ് ബോക്സിൽ മാക്സിമം റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി. ഓക്കെ, വെരി ഗുഡ്. സോ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആക്കാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം. എന്തെല്ലാം കാഴ്ചകളാണ് എൻ്റെ ചുറ്റിലും ഞാൻ കാണുന്നത്? ഒബ്സർവ്. പതിയെ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. എന്തെല്ലാം ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്? വെരി ഗുഡ്. ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയി
നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ശ്രദ്ധ പതിയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. Breathe in. Hold on and breathe out. ശ്വാസത്തിനെ ഒരു താളത്തിലേക്ക് കൊണ്ടുവരാം. Slowly close your eyes. കണ്ണുകൾ പതിയെ അടയ്ക്കാം. വെരി ഗുഡ്. പതിയെ ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. ദീർഘമായ ശ്വാസം എടുത്തു വിടാം. Breathe in. Hold on and breathe out. Breathe in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നു. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Breathe in. Hold on and breathe out. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നു. വെരി ഗുഡ്. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ചിന്തകളിലേക്ക് കൊണ്ടുപോകാം. എന്നിലേക്ക് വരുന്ന ചിന്തകളെ നിരീക്ഷിക്കാം. ഓരോ ചിന്തകളെയും നിരീക്ഷിക്കുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നതായി നിങ്ങൾ അറിയുന്നു. പതിയെ എന്നിലേക്ക് വരുന്ന ചിന്തകളുടെ എണ്ണം കുറയുന്നതായി ഞാൻ അറിയുന്നു. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനോട് തന്നെ പറയാം, I am getting into a deeper relaxation state. ഞാൻ കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു.
എൻ്റെ ഓരോ ശ്വാസവും എന്നെ കൂടുതൽ ശാന്തമാക്കുന്നുണ്ട്. വെരി ഗുഡ്. പതിയെ എന്നിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഞാൻ നന്ദി പറയേണ്ടതായി ഉള്ളത്? ഈ ഒരു നിമിഷത്തിൽ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ചിന്തിക്കാം. ഈ ഒരു നിമിഷത്തിൽ എന്നിലേക്ക് എത്തിയ ആരോഗ്യം, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എനിക്ക് ലഭിക്കുന്ന ഭക്ഷണം, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ശാന്തത, എല്ലാം എന്നിലേക്ക് വന്നെത്തിയ അനുഗ്രഹങ്ങളാണ്. പതിയെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന അവസ്ഥയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസവും അനുഗ്രഹമായി ഫീൽ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. നിങ്ങളുടെ ഓരോ കോശങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന എനർജി നിറയുന്നതായി ഫീൽ ചെയ്യാം. Breathe in, breathe out. ദീർഘമായ ശ്വാസം എടുത്തു വിടാം വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഫീൽ ദ എനർജി. നിങ്ങൾക്ക് ഊർജം ഫീൽ ചെയ്യാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നന്ദി പറയാം. ഈ ഒരു അവസ്ഥയിൽ ഇതിനെ തിരഞ്ഞെടുത്തതിന്, ഇവിടെ ഇരിക്കാനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാനും ഈ സമയത്തിനെ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് നിങ്ങൾക്ക് നന്ദി പറയാം. I thank myself. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് നന്ദി പറയാം. നിങ്ങളുടെ സൃഷ്ടാവിനോട് നന്ദി പറയാം. I thank my Creator for this opportunity. ഈ ഒരു അവസരം എനിക്ക് നൽകിയതിന് എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു.
പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. ദീർഘമായ ശ്വാസം എടുത്തു വിടാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. ദീർഘമായ ഒരു ശ്വാസം എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. Slowly open your eyes and come back. കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. ഓൾസോ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹൗ വാസ് എ മെഡിറ്റേഷൻ? നിങ്ങൾ എവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ ഒരു തെളിവെന്ന് പറയുന്ന ചാറ്റ് ബോക്സിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് ആണ് കേട്ടോ. മാക്സിമം ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആവാം. ഓക്കെ, റിലാക്സ്ഡ് ആയി. വെരി ഗുഡ്. ഓക്കെ, കുറച്ച് ആളുകൾ മാത്രമാണ് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എനിവേ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തു. ജസ്റ്റ് ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ആയിരുന്നു. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ നമ്മൾ ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്നു. ആൻഡ് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ പ്രോസസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ണുകൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്ലോഷർ കിട്ടി. ആൻഡ് പിന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അതും നമ്മൾ ഫോക്കസ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തകളാണ് അല്ലെ. അതായത് നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തകളാണ് ഇങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചിന്തകളെ ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം പോസിബിൾ അല്ല. നമ്മളെല്ലാവരും എന്താ ഓവർ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് ചിന്തകൾ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റി പിടിക്കാം, അതൊന്ന് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് റീപൊസിഷൻ ചെയ്യാം. അതായത് എന്നിലേക്ക് വരുന്നത് ചിന്തകൾ എന്തെല്ലാം ചിന്തകളാണെന്ന് ഫസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. എന്റെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകൾ വരുന്നുണ്ട്. ഇനി എനിക്ക് ഇതിൽ വേണ്ടാത്തതുമുണ്ട്, വേണ്ടതുമുണ്ട്. വേണ്ടതിനെ മാത്രം എങ്ങനെ പിക്ക് ചെയ്യാം? അത് നമുക്ക് അത്ര എളുപ്പമല്ല, പക്ഷെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ഫീലിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് സിംപ്ലി ആ വേർഡ് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാം, നന്ദി പറയാം. ഇപ്പം ശുക്ർ, ഹംദ് എന്നൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയാറുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു മൊമെന്റിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നിലേക്ക് വരുന്ന ശ്വാസം, ഈ ശബ്ദം, ഞാൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലാപ്ടോപ്പ്, എന്റെ ചുറ്റുമുള്ള ഓരോ എനർജി, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരു നിമിഷത്തിൽ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾ ഒറ്റ സമയത്ത് തന്നെ, ഒരു മൊമെന്റിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനെ ഫീൽ ചെയ്യുമ്പം നമുക്ക് മെല്ലെ മെല്ലെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടും. അപ്പം ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡിനെ ഒന്ന് കൂളാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അലൈൻഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും നമ്മളിലേക്ക് വരുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രാക്ടീസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കുറച്ച് സമയം ഇങ്ങനെ ചെയ്ത് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് എല്ലാം കിട്ടൂല. പക്ഷെ നമ്മളൊരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകും അല്ലെ. അതുപോലെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ, കുറച്ച് ദിവസം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മെല്ലെ മെല്ലെ റെഡി ആയിട്ട് വരും. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കുറച്ച് സമയം ഇരിക്കാം. ഫസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് വന്നേക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് മെഡിറ്റേഷൻ. ആൻഡ് ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സെഷനിലേക്ക് കടക്കുന്നത്. എല്ലാവരും സെഷന് റെഡി ആണോ?
സെഷന് റെഡി ആണോ? യെസ്, സെഷൻ എന്ന് പറയുന്നത് പാരന്റിങ്ങിനെ കുറിച്ചാണ് അല്ലെ. സോ പാരന്റ്സ് ആയിരിക്കും മേ ബി ഇതിലെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പാരന്റ്സ് ആയിരിക്കും. സോ പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കേണ്ട റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. കാരണം നമ്മൾ കേൾക്കുന്ന ന്യൂസസും അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിലേക്ക് വരും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് പഠിക്കണമല്ലോ, പഠിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ പാരന്റിങ് എന്നുള്ളത്. പാരന്റിങ്ങിനെ കുറിച്ച് ആരും പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ദേ ബിക്കം പാരന്റ്സ് ആൻഡ് ദേ ഡു പാരന്റിങ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് അവെയർ ആയിട്ട് പാരന്റിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കാൻ പറ്റും. സോ അതിന് ആ ഒരു ഇന്റൻഷനിലാണ് നമ്മൾ ഈ ഒരു സെഷൻ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ലേൺ ചെയ്യണം, അറിവ് നേടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ഇന്റൻഷൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് സെഷനിൽ ഇരിക്കാം. സോ നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നത് ലബീബ മാം ആണ്. ഷീ ഈസ് എ ഗുഡ് ടീച്ചർ ആൻഡ് ഓൾസോ എ പാരന്റിങ് കോച്ച്. ഒരുപാട് പാരന്റ്സിനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പാരന്റിങ് കോച്ച് ആണ്. സോ നിങ്ങൾ റെഡി ആണ് എന്നുള്ളത് കൊണ്ട് ലെറ്റ്സ് വെൽക്കം ലബീബ മാം. ഓവർ ടു യു മാം. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് നിങ്ങളുടെ എല്ലാവരെയും ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ചെയ്യാണ്. അതുപോലെ ബിഗ് താങ്ക്സ് നമ്മുടെ രണ്ട് പേരുടെയും സൈഡിൽ നിന്നും നിങ്ങൾക്കൊരു താങ്ക്സും കൂടെ അറിയിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടായതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് തുടങ്ങാം. എന്താണ് പാരന്റിങ്, അല്ലെങ്കിൽ നമ്മൾ എവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം, എവിടെ നിന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പാരന്റ് ആവുന്നത് എവിടെ മുതലൊക്കെ ഞാൻ ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പാരന്റിങ് ശരിയല്ലാത്തത് കൊണ്ട്, മക്കളെ വടിയെടുത്ത് അടിക്കാത്തത് കൊണ്ട്, ടീച്ചേഴ്സിന്റെ കയ്യിൽ വടി കൊടുക്കാത്തത്, ഇതൊക്കെയാണ് കാരണങ്ങൾ അല്ലെ. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന മറ്റു പല കാരണങ്ങളും നമ്മളെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ എപ്പോഴാണ് ഒരു പാരന്റ് ആവുന്നത്? നിങ്ങൾ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാട്ടോ. റിൻഷ മാം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താലാണ് നിങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടൊക്കെ തന്നെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എപ്പോഴാണ് നമ്മളൊരു പാരന്റ് ആവുന്നത്? നിങ്ങൾക്ക് അറിയുന്നതോ അറിയാത്തതോ ഷെയർ ചെയ്യട്ടോ. നിങ്ങൾ ആരും ഇവിടെ ജഡ്ജ് ചെയ്യുന്നൊന്നുമില്ല. എപ്പോഴാണ് നമ്മളൊരു പാരന്റ് ആവുന്നത്? എനിത്തിങ് നിങ്ങൾക്ക് അറിയുന്നു പറഞ്ഞോളൂ. ഓക്കെ, നമ്മളൊരു ചൈൽഡ് ആവുമ്പോ തന്നെ പ്രഗ്നൻസി ടൈം തോട്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് സെൽഫ്. എന്തായാലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ആക്ച്വലി ഒരു പാരന്റ് ആവുന്നത് ബയോളജിക്കലി ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തതുകൊണ്ട് മാത്രമല്ല. അതിന് മുന്നേ തന്നെ നമ്മൾ പാരന്റ് ആവുന്നത്. അത് എപ്പോഴാന്ന് ചോദിച്ചാല് നമ്മള് ജനിക്കപ്പെടുന്ന ആ ഒരു മൊമെന്റ് മുതൽ തന്നെ നമ്മള് ഓരോ വ്യക്തികളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഓരോ കുഞ്ഞിന്റെ ഉള്ളിലും തന്നെ ഒരു പാരന്റിന്റെ റോള് അവിടെ ഉടലെടുത്തുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്, ഭൂമിയിലോട്ട് വരുന്നത് എന്നുള്ളതാണ്. അതെങ്ങനെയാ ചോദിച്ചാല് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമ്മളെ വീട്ടില് ചെറിയ മക്കൾക്ക് നമ്മൾ ടോയ്സ്, പാവക്കുട്ടികള് അല്ലെങ്കിൽ അവർക്ക് എന്താണോ ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ടോയ്സ് ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ ഫീഡ് ചെയ്തൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവര് തിരിച്ചും അവരെ കാറ്റിനെയോ അല്ലെങ്കിൽ അവരുടെ ടോയ്സിനെയോ അവരുടെ ഡോളിനെയോ ഒക്കെ അവർ ഫീഡ് ചെയ്യുന്നതൊക്കെ അവർ ആക്ട് ചെയ്യും അല്ലെ. അതല്ലെങ്കിൽ നമ്മള് വാഷ്റൂമിൽ വാഷ് ചെയ്യുന്ന സമയത്ത് അവരെ ബാത്ത് ചെയ്യിപ്പിക്കുന്ന സമയത്തൊക്കെ അവരതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മളൊരു മൊമെന്റില് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അവരോടൊന്ന് കളിക്കൂട്ടുന്ന സമയത്തോ അവര് ഉമ്മയായിട്ട് അല്ലെങ്കിൽ അവര് മദറായിട്ട് അവര് ഫാദർ ആയിട്ടൊക്കെ അവര് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാറുണ്ട് അല്ലെ. അപ്പോ ആ സമയം മുതൽ തന്നെ നമ്മളുടെ ഉള്ളില് ഒരു പാരന്റ് എന്നുള്ള റോള് വരുന്നുണ്ട് എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞാല് നമ്മള് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന, ഞാൻ നേരിടുന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഞാനൊരു ടീച്ചറാണോ, എന്റെ എല്ലാ മേഖലയിലും ഞാനൊരു പാരന്റ് ആണ്. നമ്മളെ സെൽഫിന് തന്നെ നമ്മളൊരു പാരന്റ് ആവണം എന്നുള്ള. സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, വേണ്ട റെസ്റ്റ് എടുക്കുന്നുണ്ട്, എന്റെ സെൽഫിന് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നമ്മളവിടെ പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളെ സെൽഫിനെ തന്നെ ഒരു കെയർ കൊടുക്കുന്നുണ്ടല്ലോ ഇല്ലേ.
അപ്പോ നമ്മള് തന്നെ നമ്മളുടെ ഉള്ളില് ഉള്ള ഒരു കുഞ്ഞിന് ഒരു പാരന്റ് ആണ്. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് റൺ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു ബിസിനസിന്റെ ഒരു ആശയം പുറത്തു വന്നപ്പോൾ എന്റെ ബിസിനസ്സിലുള്ള എംപ്ലോയീസിനെയും എന്റെ എല്ലാവരെയും ഞാൻ അതിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു ബോസ് ആണ് എന്നുള്ള സ്ഥാനം ഉണ്ടെങ്കിൽ കൂടി എന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു പാരന്റ് എന്നുള്ള റോളാണ്. അപ്പോ നമ്മളൊരു ബയോളജിക്കലി പാരന്റ് ആവുന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾക്ക് പാരന്റിങ് എന്നുള്ള റോള് വരുന്നത്. നമ്മളുടെ ചുറ്റിലുള്ള എല്ലാവർക്കും നമ്മൾക്ക് പാരന്റ് ആവാൻ കഴിഞ്ഞാൽ, നമ്മൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ, നമ്മൾക്ക് അൺകണ്ടീഷണൽ ലവ് ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ ആഫ്റ്റർ ബയോളജിക്കൽ പാരന്റിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയുന്നുള്ളതാണ്. അപ്പോ ഒരു പാരന്റ് എന്ന് പറയുന്നത് എന്തല്ല, നിങ്ങൾ ആ ഒരു കണ്ണിലിരുന്ന്, ഞാനൊരു പാരന്റ് അല്ലല്ലോ, ആ ഒരു നിലവിൽ ഇരുന്നിട്ട് മാത്രം ഇതിനെ നോക്കി കാണേണ്ട ആവശ്യമില്ല. നമ്മൾ അനുഭവിക്കുന്ന, ഞാൻ എന്തിലൊക്കെ ഫെയിൽ ആവുന്നുണ്ട് അല്ലെങ്കിൽ എന്തിലൊക്കെ ഞാൻ വിജയിക്കുന്നുണ്ട്, അതിലെല്ലാം നമ്മളുടെ ഒരു റോള് വരുന്നുണ്ട് എന്നുള്ളതാ. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മളെ ചെറുപ്പത്തില് നമ്മൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വേർഷൻ ഉണ്ടായിരുന്നു അല്ലെ നമ്മളെ ജീവിതത്തിൽ. ഇപ്പൊ ഈ മെച്ചോർഡ് ആയിട്ടുള്ള എന്നെ കണ്ടാലും നിങ്ങളെ കണ്ടാലും നമുക്ക് അറിയൂല എന്ത് എന്റെ ഒരു കുഞ്ഞു വേർഷൻ എപ്പോഴും എന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ എത്ര മെച്ചോർഡ് ആയി കഴിഞ്ഞാലും നിങ്ങളുടെ കുഞ്ഞു നാളിലെ ആ കുഞ്ഞു വേർഷൻ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഇപ്പോഴും അവിടെ ആക്റ്റീവ് ആണെന്നുള്ളതാണ്. അത് എങ്ങനെയാന്ന് പറഞ്ഞു തരാം. അപ്പോ നമ്മളൊരു പാരന്റ് എന്ന് പറയുമ്പോൾ പാരന്റ് ആസ് എ ഗാർഡിയൻ അല്ലെ, പാരന്റ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ഗൈഡിനെ പോലെ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആളാണ് ആര്? പാരന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാരന്റ് ഒരു മെന്റർ ആവണം, പാരന്റ് ഒരു ഡോക്ടർ ആവണം, പാരന്റ് ഒരു കൗൺസിലർ ആവണം, പാരന്റ് ഒരു ടീച്ചർ ആവണം എന്നൊക്കെ പറയും അല്ലെ. അതുകൊണ്ടാണ് അൽ ഉമ്മു മദ്രസത്തുൻ എന്ന് പറയുന്നത് അല്ലെ. അതെന്തുകൊണ്ടാ? ഉമ്മ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഉമ്മ സിംപ്ലി പറഞ്ഞ ഒരു ടീച്ചർ മാത്രമാണ്, ഡോക്ടർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മെന്റർ മാത്രമാണ് ഉപരി ഉമ്മ എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് അല്ലെ, കുട്ടികൾക്ക് കളിക്കാനുള്ള ബോൾ ഉണ്ട്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, ഡോക്ടറിന്റെ റോൾ ഉണ്ട്, കൗൺസിലർ, എല്ലാം അതോടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോ നമ്മൾ ഈ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാരന്റ് എന്നുള്ളത് മാറ്റിയെടുക്കുക. ഗാർഡിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു ബയോളജിക്കലി പാരന്റ് അല്ലെങ്കിൽ ഹ്യൂമൺ ആയിട്ട് നമ്മളെല്ലാവരും ഒരു പാരന്റ് ആണെങ്കിൽ കൂടി നമ്മളൊക്കെ ഗാർഡ് ചെയ്യുന്ന ഏറ്റവും വലിയ പാരന്റ് നമുക്കൊന്നുണ്ടല്ലോ, അതാരാണ്? നമ്മളെ സൃഷ്ടാവ് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ എന്നുള്ളതാണ് അല്ലെ. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? നിങ്ങൾ ചാറ്റ് ബോക്സിൽ മാക്സിമം റെസ്പോണ്ട് ചെയ്യട്ടാ. ഓക്കെ. അപ്പൊ നമുക്കൊരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതാണ്. ഈ സൃഷ്ടാവ് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഗാർഡ് ചെയ്യുന്നുണ്ട് അല്ലെ, വളർത്തുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കാം. നമ്മളുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മളുടെ സൃഷ്ടാവ് നമ്മളെ ഭൂമിയിലേക്ക് പിറവി എടുക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ എന്ന ഓരോ കുട്ടിയും അല്ലെങ്കിൽ നിങ്ങൾ എന്ന ഓരോ കുട്ടിയും ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് നത്തിങ്സിൽ നിന്നാണ് അല്ലെ. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മളുടെ സൃഷ്ടാവ് നമ്മളുടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക, നമ്മുടെ സൃഷ്ടാവ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് അനുഭവിക്കുന്ന പല ഭവിഷ്യത്തുകള് നമ്മള് മക്കളുടെ പേര് പൈ ചാർത്തുമ്പോ അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതല്ലേ അല്ലെ. ശുദ്ധമായിട്ടുള്ള വളരെ ലോല ഹൃദയമുള്ള പൂർണ്ണമായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ആ മനസ്സിലൊരു കളങ്ക് പോലും ഇല്ലാത്ത ഓരോ കളങ്കവും ഇല്ലാതെയാണ് ഓരോ കുഞ്ഞും നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ ഈ മക്കള് അല്ലെങ്കിൽ ഞാൻ എന്ന ആളായാലും നമ്മളുടെ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന പല ന്യൂസുകളുടെ പിന്നിൽ നമ്മൾ മക്കളെ പൈ ചാർത്തുമ്പോ ഈ മക്കൾക്കൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടി ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ്? അതല്ലെങ്കിൽ ഇത്തരം വേണ്ടാത്ത രീതിയിലുള്ള കൊല്ലലും കൊലകളും തൂക്കുകയറുകളും ഇങ്ങനത്തെ ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കുമ്പോ ഇതിനൊക്കെ വേണ്ട ഒരു പ്രചോദനം അവർക്ക് എവിടുന്ന് കിട്ടിയതാ? നമ്മളെ ക്രിയേറ്ററിൽ നിന്നാണോ? അല്ല അല്ലെ. നത്തിങ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ ശൂന്യതയിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള പല മനുഷ്യന്മാരുടെയും പല പാരന്റ്സിന്റെയും ഉള്ളിൽ നിന്ന് തന്നെയാണ് ആർക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ മക്കളിൽ വന്നിട്ടുള്ളത്. അപ്പൊ ചിലർ ചിന്തിക്കും, പറയുന്ന തള്ളാൻ നല്ല സുഖാണ്, പറയുന്നവർക്ക് നല്ല സുഖാണ്, ഇതിനൊക്കെ വളർത്തിയെടുക്കുന്നവർക്ക് വാർത്തെടുക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നുള്ളത്.
ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അല്ലെ, ചിന്തിക്കുന്നവർക്ക് ഇഷ്ടാന്തം ഉണ്ട് എന്ന് നമ്മളെ ഖുറാനിൽ തന്നെ പറഞ്ഞതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്നുമില്ലായ്മയിൽ ഒന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചില പാറ്റേണുകൾ കൊണ്ട്, അല്ലെ, ജനറേഷൻ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചില പാറ്റേൺസുകൾ നമ്മൾ മാറ്റാത്തത് കൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കാതാവുന്നത് എന്നുള്ളതാണ്. അല്ലെ, ഒരു മനുഷ്യൻ ഏറ്റവും നല്ല രീതിയിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്ത്? ലിസണർ ആവുക. ഒരാളെ, ഒരു മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത്. അത് നിങ്ങളെ കുട്ടികളെ പോലെ ആണെങ്കിൽ കൂടി നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഈ കേൾക്കുന്ന സമയത്ത് അവർക്ക് തോന്നും എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ ആരാണ്. ഞാൻ പറഞ്ഞു, ഒരു ഗാർഡിയൻ എന്ന് പറയുമ്പോൾ, ഒരു പാരന്റ് എന്ന് പറയുമ്പോൾ ബയോളജിക്കലി ആവണമെന്നില്ല. നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ നിങ്ങളുടെ ബ്രദേഴ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഒരു പാരന്റ് ആവാൻ കഴിയും. അവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് അവർ പറയുന്നത് എന്താണോ അതിനൊക്കെ നിങ്ങൾ ഒന്ന് കേൾക്കാൻ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും നിങ്ങളെ കേൾക്കും എന്നുള്ളതാണ്. ഈ ലോകത്ത് ഒരുവനെ കേൾക്കാത്തവന് മറ്റവന് ഇഷ്ടമില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കാത്തവനെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു അഭിപ്രായങ്ങളോ മറ്റെന്തെങ്കിലും ഞാൻ പങ്കുവെക്കുമ്പോൾ എന്നെ കേൾക്കാത്തവന്റെ ഉപദേശങ്ങളോ മറുപടികളോ ഒന്നും എനിക്കും കേൾക്കാൻ ഇഷ്ടമുണ്ടാവൂല. അല്ലെ, അത് കറക്റ്റാണ്. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് ആർക്കും കൂടുതൽ ഉപദേശങ്ങളും ഇഷ്ടമില്ലാത്തവരാണ്. ഈ ഉപദേശം തന്നെ ഇഷ്ടമില്ലാതാവുന്നതിന് കാരണം എന്താണ്? ഉപദേശിച്ച് നമ്മളങ്ങ് കൊല്ലുകയാണ്. പകരം നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ട് നമുക്ക് അവർക്ക് ഇത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരൊന്നുകൂടെ ഇൻസ്പയർ ആവും എന്നുള്ളതാണ്. അപ്പോ ഒരു ലിസണർ ആവുക എന്നുള്ളതാണ്. പണ്ടുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാളും സൊസൈറ്റി മാറിയിട്ടുണ്ട്, അതൊക്കെ പറയാം. പണ്ട് കുറച്ചു കാലം അല്ലെങ്കിൽ ഞാനൊക്കെ ഒരു LP UP സെഷനിൽ പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ സ്കൂളിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവുമായിരുന്നു. അന്നൊക്കെ നമ്മൾ ഉമ്മമാരത് കേട്ട് നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവർക്ക് അറിയാം. പക്ഷെ അത് ആ ഒരു കുട്ടിയുടെ, നിങ്ങളെ കുട്ടി ഒരു 3 വയസ്സിലോ 2 വയസ്സിലോ 5 വയസ്സിലോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഏജിലോട്ട് ഒന്ന് ചെറുതായിട്ട് നിങ്ങളെ കുട്ടി പറയുന്നത് ഭയങ്കര ഒരു കൗതുകത്തോടെ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന രീതിയിലൊക്കെ ഒന്ന് കേൾക്കുകയായിരുന്നെങ്കിൽ കുട്ടികളൊന്നും ഇങ്ങനെ മാറിപ്പോരുന്നു എന്നുള്ളതാണ്. അല്ലെ, അപ്പോ പലർക്കും ഇപ്പൊ കേൾക്കാൻ സമയമില്ല എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ സമയം നിങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൈമിന് മക്കൾക്ക് കൊടുത്താൽ മതി. ഈ മക്കൾക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് അവരെ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് അവരും കേൾക്കും എന്നുള്ളതാണ്. അല്ലെ, എത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ആണ്. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ മക്കളുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോ ഓരോ കഥകളും അല്ലെങ്കിൽ ഓരോ കുഞ്ഞിനും അവരുടേതായിട്ടുള്ള കഥകളും അവരുടേതായിട്ടുള്ള പല അനുഭവങ്ങളും എല്ലാം ഷെയർ ചെയ്യാണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ഏജിലോട്ട് താന്ന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കേൾക്കാൻ ശ്രമിക്കണം. അല്ലാതെ എന്റെ കുട്ടിക്ക് 3 വയസ്സാണ്, ഈ മെച്ചൂർഡ് ആയിട്ടുള്ള 30-32 വയസ്സായിട്ടുള്ള ഞാന് ആ 3 വയസ്സിന്റെ കുട്ടിയുടെ ചില സ്റ്റോറീസുകളോ അനുഭവങ്ങളോ കേൾക്കുമ്പോൾ എനിക്കത് തമാശയായിട്ട് തോന്നാം. അതിനാ പറയുന്നത് ലിസണർ ആവണം. നമ്മൾ എപ്പോഴും ചൈൽഡിന്റെ കൂടെ ഇരിക്കുമ്പോൾ ചൈൽഡിഷ് ആയിട്ട് ഇരിക്കാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാ. അപ്പൊ നമ്മയും ഹാപ്പി ആവും. നമ്മളുടെ ഉള്ളിൽ ഒരു കുഞ്ഞിന്റെ വേർഷൻ ഉണ്ടെന്ന് പറയല, അതും ഹാപ്പി ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ആണത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോ ഞാൻ പറഞ്ഞു, അപ്പോ ഈ സൊസൈറ്റിയിലോട്ടൊക്കെ നമ്മൾ വരികയാണെങ്കിൽ നമ്മളുടെ ജനറേഷനിൽ വരുന്ന പല ന്യൂസിന്റെ പിറകില് നമുക്ക് ഇത്തരം നമ്മളിൽ നിന്ന് പേച്ചു പോയിട്ടുള്ള ചില പാറ്റേണുകൾ നമ്മൾ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ കുട്ടികളെ ഇന്ന് നമ്മളുടെ കയ്യിൽ പിടിക്കാൻ കിട്ടാത്തത് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരു പാരന്റ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പാരന്റിങ് കിട്ടിയിട്ടുള്ളത് അതേ മോഡലിൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല്, എന്റെ കയ്യിൽ ഇപ്പൊ ഒരു സാംസങ്ങിന്റെ ഫോൺ ആണെന്നുണ്ടെങ്കിൽ അത് 5G ആണ് അല്ലെ. നെക്സ്റ്റ് ഇയർ മേ ബി അത് 7Gയും 8GB ഒക്കെ ആയിട്ട് വരുമ്പോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ഫോൺ ആവണമെന്നില്ല. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട് എന്റെ കയ്യിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ശരിയല്ല എന്ന് പറയും. വീട്ടിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്തത് മൊബൈൽ ഡാറ്റകളായിരുന്നു, ഇപ്പൊ നമ്മൾ വൈഫൈയിലോട്ട് മാറി. അത് എന്തുകൊണ്ടാ? അത്രയും സമയം നമുക്ക് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയോ ഒന്നും ഇല്ലാത്ത യുഗത്തിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല സംഗതികളും അല്ലെ, നമ്മളെ ചുറ്റുപാട്, നമ്മുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, നമ്മളുടെ നെറ്റുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഫോണുകളായിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ ചേഞ്ചസും അപ്ഡേഷനും വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ ഫോൺ ഹാങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഡേഷൻ വരുത്തുമ്പോൾ, അതല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുമ്പോൾ അതൊന്ന് കുറച്ച് സമയത്തേക്കൊന്ന് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എന്റെ മുന്നിലുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണേ ഈ സൊസൈറ്റിയിലെ സിസ്റ്റം ഒന്നും റെഡി അല്ല.
അല്ലെ? ഇന്നത്തെ കുട്ടികളെ സിസ്റ്റം ഒന്നും റെഡിയല്ല. ഇന്നത്തെ കുട്ടികൾ മുഴുവൻ കള്ളും കഞ്ചാവും ഇതുമാണ് പറയുന്നതിന് പകരം എന്താണ് സിസ്റ്റത്തിന്റെ തകരാറ് എന്ന് പറഞ്ഞ് പിറകോട്ട് ഓടുന്നതിന് പകരം സിസ്റ്റം മുന്നോട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ടൊന്ന് ഉയർന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ മുന്നോട്ടൊന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ പഠനങ്ങൾ നടത്തി നോക്കുക. ഇവിടെയാണ് നമ്മൾ പറയുന്നത് പാരന്റിങ് എന്ന് പറഞ്ഞത് പഠിച്ചിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു സംഭവമാണെന്നുള്ളത്. അല്ലെ? ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ന്യൂജൻ കാലഘട്ടത്തില് AI സിസ്റ്റം വന്നു. ഓരോ സിസ്റ്റങ്ങളും വരുമ്പോൾ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴും ഈ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് ഈ വളരെ ക്ഷമയും, ഇന്നെന്ന് പറഞ്ഞാല് നമ്മൾ യൂട്യൂബിൽ ഒക്കെ 1 അവർ സെഷൻ ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. അത് പ്രായമായിരിക്കോട്ടെ, പ്രായം ഇല്ലാത്തവരായിക്കോട്ടെ, അല്ലെ? ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിലൊക്കെ നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും സെഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ക്ഷമ ഉണ്ടാവാം, പക്ഷെ നമ്മൾ പിടിച്ചിരുത്തുന്നതാണ്. അതിലുപരി ഇന്ന് റീൽസിന്റെ യുഗമാണ്, അല്ലെ? 30 സെക്കൻഡും 1 മിനിറ്റും 2 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ ഇൻസ്റ്റയിൽ നമ്മൾ റീൽസുകള് ഏറ്റവും കണ്ടന്റുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾക്ക് പോലും ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വരെ നമ്മളൊരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പാരന്റിങ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണ്ടേ? അല്ലെ? 19-ാം നൂറ്റാണ്ടിലെ ചില പാരന്റിങ് ടൂൾസുകൾ വെച്ചുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലെ മക്കളെ വാർത്തെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ എന്റെ പാരന്റിന്റെ ഓരോ സിസ്റ്റങ്ങളും എന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ ഇനി ജനിക്കാൻ പോകുന്ന മക്കൾക്കും അത് തന്നെ കിട്ടും. അത്തരം ബ്ലോക്കുകൾ അവർ അനുഭവിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പാരന്റിങ്ങിന്റെ സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ 1 ഡേ അല്ലെങ്കിൽ 2 ഡേ വർക്ക്ഷോപ്പ് കൊണ്ട് നമുക്ക് നടത്തുന്നതല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഷോപ്പുകളൊക്കെ എടുത്തിട്ട് 1 മന്തിന്റെ 2 മന്തിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും മക്കളുടെ കൂടെ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ജോയ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ മക്കൾ നമ്മൾ പറയുന്നതും അവർ പറയുന്നതും നമ്മൾ കേൾക്കാനൊക്കെ റെഡി ആയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പോ സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെ? എല്ലാതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ മക്കളിലെ അല്ലെങ്കിൽ നമ്മളുടെ പാരന്റിങ് കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാരന്റിങ് കൊടുക്കാതിരിക്കുക നിങ്ങളെ മക്കൾക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവുന്ന ഒരു പാരന്റിങ് സിസ്റ്റം, ഒരു പാരന്റിങ് മോഡൽ ഉണ്ടാവും. അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനൊന്നും ഇത്തരമൊന്നും സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല, എന്നിപ്പോ നിങ്ങൾക്ക് എന്തെല്ലാം സുഖങ്ങളാണ്, നിങ്ങൾക്ക് അങ്ങനെ വളർന്നുകൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പറയുന്നതിന് പകരം ഓരോ ജനറേഷനും വരുമ്പോ അതിന് വേണ്ട ഓരോ അപ്ഡേഷനും വന്നുകൊണ്ടിരിക്കും. അത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക എന്നല്ലാതെ നിങ്ങൾ ഓരോന്നും ബ്രേക്ക് ചെയ്യാൻ നോക്കരുത് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പാരന്റിങ് എങ്ങനെയാണോ അത് കൊടുക്കരുത്. ഇത് പുതിയ മോഡലാണ്. 21-ാം നൂറ്റാണ്ടിൽ നിങ്ങളെ കയ്യിൽ കൊണ്ടു തന്നിട്ടുള്ളത്, ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള നിധികൾ എന്ന് പറയാം, അല്ലെ? ദൈവം നമുക്ക് ഏറ്റവും ഗിഫ്റ്റ് ആയിട്ട് വരദാനമായിട്ട് തരുന്ന ആരാണ്? നമ്മളെ മക്കള് എന്നുള്ളത്. അപ്പൊ ഈ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്? 21-ാം നൂറ്റാണ്ടിലെ സിസ്റ്റങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ അത് നിങ്ങൾക്കുള്ളതായിരുന്നു. ഓക്കെ? അല്ലെങ്കിൽ എന്റെ പ്ലേറ്റിൽ അല്ലെങ്കിൽ 2 പ്ലേറ്റിൽ എനിക്ക് ചോറ് വിളമ്പി തന്നിട്ട് ഇത് ഉമ്മിൻ്റെതാണ്, ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉമ്മിന്റെ കൂടെ തിന്നാൻ കഴിയുമോ? ഇല്ല. അവർക്ക് അവരുടെ ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബാക്കിയതായിട്ടുള്ള ഫുഡും കാര്യങ്ങളും കൂടെ. എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് മക്കൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പാരന്റിങ് മോഡൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കണം. പിന്നെ ഓരോ മക്കളും സെയിം ആയിട്ടല്ല വളരുന്നത്. അവര് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആയിക്കോട്ടെ, പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ മക്കളെ വളർത്തുകയാണെങ്കിൽ മക്കൾ എവിടേക്കും പോകില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കുറച്ച് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് ആർക്കും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നിങ്ങൾ ആരും ചാറ്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവ് ആയാല് എനിവൺ? ഓക്കെ ആണോ? ആരും ഇവിടെ ഇല്ലേ? ഓക്കെ, നിങ്ങൾ ഇതിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് എവിടേക്കും പോവരുത് കേട്ടോ. നമ്മളിങ്ങനെ ആരോടോ സംസാരിക്കുന്ന പോലെ, അല്ലെ? പണ്ട് പറഞ്ഞ പോലെ ഇരുമ്പിനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെ ആക്കിയിട്ട് പോവരുതേ. ഓക്കെ, അപ്പൊ ഇത്തരം നിങ്ങൾ മാറിയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പറയുന്നത് ഈ വളർത്തലും വാർത്തെടുക്കലും എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. എന്താ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാലും വാർത്തെടുക്കുക എന്ന് പറഞ്ഞാലും നല്ല വ്യത്യാസമുണ്ട്, അല്ലെ? നമ്മളെ ഓരോരുത്തരെയും നമ്മളെ ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മളെ ദൈവം ഈ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു നന്മയെങ്കിലും ഇല്ലാതെ ഒരിക്കലും നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഖലീഫ ഉമറിന്റെ ഉള്ളിൽ വരെ എന്ത് കണ്ടിട്ടുണ്ടായി? പ്രവാചകര്
ഒരു വെളിച്ചം, ഒരു അനുമണി നന്മ കണ്ടിട്ടായിരുന്നു അവര് മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. വധിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളുടെ ഉള്ളിൽ ഒരു നന്മ കൊണ്ടത് കൊണ്ടാണ് പോരാടാതെ എന്ത് ചെയ്തിട്ടുണ്ട് അവരെ മാറ്റിയെടുത്തത് എങ്കിൽ നമ്മളുടെ മക്കളൊക്കെ ഉള്ളിൽ ഒരു നന്മ നമുക്ക് കാണാൻ കഴിയില്ലേ. ഇനി മക്കളിലേക്ക് പോവണ്ട, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി എന്താന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ ഇനി മനസ്സിലാക്കും എന്നുള്ളതാണ്. അതായത് ഈ വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സംഭവം നമ്മള് കുഴിച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ചെടി നട്ടുപിടിപ്പിച്ചു. ഈ ചെടി പിടിപ്പിച്ചെടുത്തെന്നും ഞാൻ അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും വളം ഇട്ട് കൊടുത്തില്ലെങ്കിലും മേ ബി ആ ചെടി എങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ടാവും, വളർന്നു വരും അല്ലെ. അത് നമ്മൾ സൃഷ്ടാവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, നമ്മൾ വളർന്നു വരും എന്നുള്ളത്. പക്ഷെ അതിനെ വാർത്തെടുക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ അതിന് വേണ്ട ശുശ്രൂഷകൾ, അതുപോലെ വെള്ളം, വളം എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരിക. അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യത്തിലും. അപ്പൊ മക്കളെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളെ നിങ്ങൾക്ക് സൃഷ്ടിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അവരെ നോക്കിയില്ലെങ്കിൽ കൂടി അവർ അങ്ങനെ നോർമലായിട്ട് വളർന്നു പോകും. പക്ഷെ അത് വാർത്തെടുക്കുന്നിടത്താണ് കാര്യം അല്ലെ. ഇത്തരം ഞാൻ പറഞ്ഞ പോലെ അപ്ഡേഷൻസ് ഒക്കെ വരുത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അപ്പൊ പിന്നെ നമ്മൾ അവരെ ബൈക്ക് നമ്മൾ നീങ്ങുന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ പറയുന്ന തെറ്റുകൾ തിരുത്തി കൊടുക്കുമ്പോൾ ഒക്കെ കേൾക്കാൻ അവർ റെഡി ആവും എന്നുള്ളതാണ്. അതായത് ഒരു പബ്ജി കളിക്കുന്ന മകനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു മകളെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പബ്ജി എന്താണ് മാക്സിമം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടോ പറയുന്നത്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളതല്ല. ആ പബ്ജി എന്താണ്, അല്ലെങ്കിൽ ആ പബ്ജി എന്ന ഗെയിം എനിക്കൂടെ കളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനൊന്ന് കുറിച്ച് ഒന്ന് അറിഞ്ഞു നോക്കുക. നിങ്ങൾ കളിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊന്ന് കളിക്കുന്ന സമയത്ത് കൂടെ അടുത്ത് പോയിരിക്കുക. ആ ഉമ്മയ്ക്ക് കളിക്കാൻ ഇഷ്ടമല്ല, ഉപ്പയ്ക്കും കളിക്കാൻ ഇഷ്ടമുണ്ട്, ഇതെന്താ ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ഒന്ന് വിലയിരുത്തി അതിനോടൊരു ഇഷ്ടം കാണിക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കും ഉമ്മിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അവർ ഓവറായിട്ട് അതിലേക്ക് അറ്റാച്ച്മെന്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്നും അവരെ പിടിച്ചെടുക്കാനും കഴിയും അല്ലെ. ഏതൊരു സംഭവം നമ്മൾ അവരെ കൂടെ നിന്ന് ഗ്രോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവരെ നമ്മൾക്ക് തെറ്റായത് തിരുത്തി കൊടുക്കാനും നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളുന്ന മനോഭാവത്തിലോട്ട് അവർ എത്തും എന്നുള്ളതാണ്. പകരം ഇപ്പൊ ഞാൻ പറയാണ് അതിന്റെ വേറെ വേർഷൻ എടുക്കാം. മകൻ ഇങ്ങനെ പബ്ജി കളിക്കുക, നീ 24 അവർ ഇങ്ങനെ പബ്ജി കളിച്ചു, ഒരു ഉപകാരമില്ലാത്തൊരു സാധനം, എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, പഠിക്കൂല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പബ്ജി എന്താന്ന് നമുക്ക് അറിയൂല. അതിന് നമ്മളിങ്ങനെ എപ്പോഴും വഴക്ക് രൂപത്തിലും അവരുടെ ഉപദേശങ്ങളും ഇങ്ങനെ ഇമോഷണലി പല കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ നിങ്ങൾ പറയണം പബ്ജി കളിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാരകമായിട്ടുള്ള ഓരോ കാരണങ്ങൾ വരാം, അല്ലെങ്കിൽ നീ അതിൽ നിന്ന് കുറച്ച് ബ്രേക്ക് ചെയ്യണം, നിന്റെ മെന്റലി എന്തെങ്കിലും സ്ട്രെസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ കൂടി ഈ ഉമ്മ എന്നും ഇങ്ങനെ തന്നെ അല്ലെ. അവരവരുടെ ഇന്നത്തെ കാലത്ത് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നമ്മളുടെ ന്യൂജൻ മക്കളുടെ ഇടയിൽ വരുന്ന ഒരു സംസാരമാണ് ആ ടീച്ചറൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഉമ്മ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ആ തള്ള അങ്ങനെ പറയൂ, ആ തന്ത അങ്ങനെ പറയുള്ളൂ. ഇങ്ങനെയാണ് മക്കൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിന് കാരണം എന്താണ്? നമ്മൾ അവരെ കൂടെ ഇരുന്നിട്ട് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിന് ഏറ്റവും വേണ്ടി നിങ്ങൾക്ക് ഒരു പാരന്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തുന്ന സെഷൻസുകളോ അതിൽ നിങ്ങൾ എന്തെങ്കിലും അറിവ് നേടിയിട്ടോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ മനസ്സിലാക്കാനും ആ ഒരു വേല അല്ലെങ്കിൽ ആ ഇന്നത്തെ ന്യൂജൻ കുട്ടിയുടെ ഒഴുക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ന്യൂജൻ പാരന്റ് ആയിട്ട് മാറാൻ കഴിയുമെന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വാർത്തിയെടുക്കുക വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ വളരാൻ എങ്ങനെ താനെ വളരും. വളർത്തി നമ്മള് എടുക്കുമ്പോൾ അത് എങ്ങനെ വാർത്തെടുക്കുന്ന അല്ലെ, ഒരു സംഭവം ഇങ്ങനെ വളർന്നു വരുന്നതും അതിനെ വാർത്തെടുക്കുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റി കൂടുക. മറ്റേത് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. മക്കള് തോനെ ഉണ്ട്, പക്ഷെ അതങ്ങനെ താനെ വളരുന്നുണ്ട്. അവരവരെ വൈക്ക് നമ്മൾ നമ്മളുടെ വൈക്കാണെങ്കിൽ അത് ക്വാണ്ടിറ്റി ഉണ്ടാവും, ഒറ്റ ഒന്നിനും ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ക്വാളിറ്റി ഉള്ള ഓരോ പ്രൊഡക്റ്റ് ആക്കിയിട്ടും നമുക്ക് നമ്മളുടെ ഏത് ലൈഫിൽ ഏതൊരു സംഭവത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു ബയോളജിക്കൽ പാരന്റ് ആയാൽ നമുക്ക് എന്തിനു പറ്റും, വളർത്തിയെടുക്കുക എന്നുള്ളതിന് കൂടെ വാർത്തെടുക്കാനും കൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് കഴിയും എന്നുള്ളതാണ് അല്ലെ. ഇനിയിപ്പോ ഉണ്ട് ഇപ്പൊ നമ്മള് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക, ട്രെൻഡ് എന്നല്ല, ആദ്യമൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് നമ്മള് നേരിട്ട് അഡ്മിഷൻ എടുത്തുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ, മദ്രസയിലാണെങ്കിലൊക്കെ ഇവിടെ. ഇന്ന് പ്രീ പ്രൈമറിയുടെ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർന്നുകൊണ്ടിരിക്കുക. ഇതില് പാരന്റ്സ് രണ്ട് കൺസേണുകളാണ് പറയുന്നത്. ഒന്ന്, പാരന്റ്സിന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ താഴെ ഒരു കുട്ടിയുടെ താഴെ മറ്റു കുട്ടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒന്ന് ഫ്രീ ആവുക എന്നുള്ള ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രീ പ്രൈമറിയിൽ ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഇന്റൻഷന് പുറമേ പറയുന്ന ഇന്റൻഷൻ ഓക്കെ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇന്റൻഷൻ പ്യൂർ അല്ലാത്തത് കൊണ്ട് മക്കള്
എന്ത് പോവും? പേച്ചു പോകുന്നുള്ളതാ. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മകളെ അറിവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മക്കളെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാലേ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് മക്കളെ പറഞ്ഞയച്ചാലേ അവർ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പഠനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള നല്ലൊരു ഇന്റൻഷൻ വെച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് തന്നെ വന്നാലും മക്കളും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോകില്ല എന്നുള്ളതാണ്. അല്ലെ? അപ്പൊ ഇതെല്ലാം എനിക്കൊരു ബാധ്യതയാണ്. ഇത് അല്ലെങ്കിൽ എനിക്കൊന്ന് കുറഞ്ഞ സമയം ഫ്രീ ടൈം കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ള മക്കളെ നോക്കാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല പേരില് നിങ്ങൾ പ്രൈമറിയിൽ ഒന്നും കൊണ്ടുപോയിട്ട് മക്കളെ ചേർക്കരുത്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളെ മക്കളിൽ എക്സാക്റ്റ് ആയിട്ട് പുറത്തു വരും എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അല്ലെ? നമ്മളുടെ ഉള്ളിലുള്ള വാട്ട് എവർ ഹാപ്പനിങ് ഔട്ട്സൈഡ് ഈസ് ദ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് പുറത്ത് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോ മൂന്നാമതൊരു വിഭാഗം പറയാം, പഠിപ്പിക്കാനാണ് മക്കളെ പറഞ്ഞയക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിലുള്ള അറിവുകൾ നേടാൻ വേണ്ടിയിട്ടാണ് മക്കളെ പറഞ്ഞയക്കുന്നത് നമ്മൾ പുറമേ പറയുന്നുണ്ടെങ്കിലും ഉള്ളില് എനിക്കൊരു സമാധാനം, അല്ലെങ്കിൽ ആ ഒരു സമയം എനിക്കൊരു ഫ്രീ ടൈം കിട്ടും എന്നുള്ള ഒരു ഇന്റൻഷനാണ്, ഒരു നിയത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എങ്കിൽ അത് പ്യൂർ അല്ലാത്തത് കൊണ്ട് തന്നെ മക്കളുടെ കണക്ഷൻ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്നും ബ്രേക്ക് ചെയ്ത് പോകുന്നുള്ളതാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഈ ബയോളജിക്കൽ പാരന്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ മക്കളും നമ്മളും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട്, അല്ലെങ്കിൽ ന്യൂജൻ പാരന്റ് ആയിട്ട്, ന്യൂജൻ കുട്ടികളെ എങ്ങനെ കയ്യിൽ മോൾഡ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ന്യൂജൻ അപ്ഡേറ്റ് ആയിട്ടുള്ള പാരന്റ് സിസ്റ്റം നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതേപോലെ എല്ലാത്തിനും മക്കളോട് ഈ ഡു പറയുന്നതിന് പകരം അത് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം അത് ചെയ്യരുത്, അത് ചെയ്യരുത്, ചെയ്യരുത് എന്ന് നമ്മൾ പഠിച്ചു പോയ ചില പാറ്റേണുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതായത് നമ്മൾക്ക് ഒരു കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയാതെ ഇരുന്നത് അതിന്റെ റിഫ്ലക്ഷന് നമ്മളുടെ മക്കളിൽ നമ്മൾ കൊടുത്തോണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ എനിക്ക് 3 വയസ്സായിരുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ ചുമരിലൊന്നും വരക്കാൻ അയക്കൂലായിരുന്നു. എക്സാമ്പിളാ പറയുന്നത് കേട്ടോ. ആ സമയത്തൊക്കെ എനിക്ക് ഡോണ്ടാ പറഞ്ഞു തരുന്നത്, അവിടെ ചെയ്യരുത്, ഇവിടെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഈ സംഭവം നമ്മളുടെ ഫോണിന്റെ സ്റ്റോറേജ് ഒക്കെ പോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴാണോ ഒരു 3 വയസ്സുള്ള ബയോളജിക്കലി ഒരു പാരന്റ് ആയി 3 വയസ്സുള്ള ഒരു കുട്ടി ജന്മം എടുക്കുന്നത്, ആ സമയത്ത് ഈ കുട്ടിയുടെ അതേ ഏജിലെത്തുമ്പോൾ, എന്റെ 3ാമത്തെ ഏജിൽ എന്റെ ഉമ്മ എനിക്ക് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അല്ലെ? അപ്പൊ നിങ്ങളുടെ മക്കൾ 3ാമത്തെ വയസ്സിലെത്തുമ്പോൾ ഈ സംഭവം എക്സാക്ട് ആയിട്ട് നിങ്ങൾ പറയാതെ തന്നെ നമ്മൾ പറയുക എന്ന് പറഞ്ഞ രീതിയിൽ അവരിലേക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അവരിലേക്ക് അത് കൊടുത്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാ പറഞ്ഞത് നമ്മളുടെയിലുള്ള ചില പാരന്റ് അപ്ഡേഷൻസും ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ നമ്മളെ പാരന്റൽ വൂൺസുകൾ ഉണ്ടാവും, നമ്മൾക്ക് വന്ന ചില മുറിവുകൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്താലാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു വേല നിങ്ങൾക്ക് മക്കൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാത്തിനും പോയിട്ട് ഈ ഡോണ്ട് പറയുന്നതിന് പകരം മക്കള് എന്തുകൊണ്ടാണോ ആ അല്ലെങ്കിൽ എന്തിനാണോ ചില കാര്യങ്ങൾ മക്കൾ ചെയ്യുമ്പോൾ ഡോണ്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ ശീലിപ്പ് കൊണ്ട്, അല്ലെ, നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങൾ, ഇപ്പൊ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തമാശയായിട്ട് ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ ക്ലാസ്സിലും കുട്ടികൾ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ചന്തപ്പുരയാണോ അല്ലെങ്കിൽ ചന്തയാണ്, എന്താ അത്ര ബഹളം എന്നൊക്കെ നമ്മൾ ചോദിക്കും ചില ക്ലാസ്സിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ? അത് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? അത് മേ ബി എന്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞത് എന്റെ ഓർമ്മയിൽ ഉണ്ടാവാം. ആ സെയിം ഡയലോഗ് ഞാൻ ഇന്നത്തെ കാലത്തും ഇന്നത്തെ ന്യൂജൻ കുട്ടിയോട് ഇതെന്താ ചന്തപ്പുര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് തിരിച്ച് റിപ്ലൈ പറയുന്നല്ലാതെ നമ്മളെ ചോദ്യത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് തലമുറകളായിട്ട് കിട്ടിയിട്ടുള്ള ചില തമാശകളും ചില പാറ്റേണുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് അത് തന്നെ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കൊടുത്തിരിക്കുക എന്നല്ലാതെ അവർക്ക് നമ്മളെയും വിലയുണ്ടാവില്ല, മക്കളെ നമുക്കും വിലയുണ്ടാവാത്ത രീതിയിലായി പോകുന്നുള്ളതാണ്. അപ്പൊ ഈ ഡോണ്ട് പറയുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് ഇന്നത് കൊണ്ടാണെന്ന് ക്ലിയർ ആയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വീണ്ടും ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെ ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കണം, അവരത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈം കൊടുക്കണം. കാരണം നമ്മളുടെ മതത്തിൽ പോലും, അല്ലെ, ഇസ്ലാമിൽ പോലും നമ്മൾ ഒരു കുട്ടിയുടെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത് 7ാമത്തെ വയസ്സിലാണ്. അല്ലെ? 7ാമത്തെ വയസ്സിൽ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും 3 വർഷം കഴിഞ്ഞതിന് ശേഷം 10ാമത്തെ വയസ്സിലാണ് നമ്മുടെ കുട്ടിയെ അടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ,
നമ്മൾ ഏത് വയസ്സ് മുതൽ അടിക്കാൻ തുടങ്ങുന്നുണ്ട്? ഈ ഓരോ നിങ്ങളെ മക്കളെ അടിക്കുന്നതിനും ഓരോ മക്കളെ നിങ്ങൾ ശകാരിക്കുന്നതിനും അവരെ ശിക്ഷിക്കുന്നതിനൊക്കെ നമ്മളെ ദൈവത്തിനോട് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഇതെല്ലാം നമ്മളുടെ ക്രിയേറ്റർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് അറിവില്ല, അല്ലെങ്കിൽ എന്റെ പാരന്റിങ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യേണ്ടിയില്ല. അത് ഓരോ പാരന്റ് ആവുമ്പോൾ നമ്മൾ അങ്ങ് വളർത്തുക തന്നെയല്ലേ. എന്തിനാ ഇപ്പൊ പാരന്റിങ് ഒക്കെ പഠിക്കുന്നത് നമ്മള് ഇന്നത്തെ കാലത്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോലും നമ്മൾ ദൈവത്തിനോട്, അല്ലെങ്കിൽ നമ്മളെ മക്കള് ദൈവത്തിനോട് പരാതി പറയുമെന്ന് ഓർക്കണം. അപ്പോ 3 വയസ്സ് മുതൽ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കൽപ്പിച്ചിട്ട് 10 വയസ്സിന് ശേഷം നമ്മൾ അടിക്കുക, അല്ലെങ്കിൽ 10 വയസ്സായതിനു ശേഷം നമ്മൾ അടിക്കാൻ പറയുന്നത്. അപ്പൊ അവിടെ 3 വർഷത്തെ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ മക്കളും ഡോണ്ട് പറഞ്ഞു കൊടുത്തിട്ടും ഡോണ്ട് വീണ്ടും 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 അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട് ഇപ്പൊ ചുമരിൽ വെക്കരുത് എന്ന് കുട്ടിയോട് പറയുകയാണെങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ ഏജ് അതായത് കൊണ്ട് അവർ വരയ്ക്കുകയാണ്. അതൊക്കെ. ഇനി അതല്ല, ഒരു കുട്ടീനോട് മതിലിനൊന്നും ചാടരുത്, അല്ലെങ്കിൽ നീ അവിടെ പോവരുത് എന്ന് പറഞ്ഞ അവരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടോ. പക്ഷെ അവരത് വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെയിം പാറ്റേൺ ഒന്ന് ആലോചിച്ച് നോക്കുക. 3 വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അവരെ ശകാരിക്കാനും അവരെ ശിക്ഷിക്കാനും അടിക്കാനൊക്കെ നമ്മളുടെ മതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാ. അപ്പൊ ഒരു ഡോണ്ട് പറയുമ്പോ തന്നെ, അല്ലെങ്കിൽ ഒരു ഡൂ പറയുമ്പോ തന്നെ മക്കൾ കേൾക്കുന്നില്ല എന്ന് കരുതിയിട്ട് അടിക്കാനോ പറയാനോ നിൽക്കരുത്. കാരണം അവർ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞതുകൊണ്ട് അവരത് ചെയ്യാത്തത്, അല്ല അവരോട് ഡോണ്ട് പറഞ്ഞിട്ട് വീണ്ടും എന്നാ അത് ആവർത്തിക്കണേ, അല്ലെങ്കിൽ ഞാൻ അവളോട് ഡൂ ചെയ്യാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അത് ചെയ്യാത്തത് എന്ന് നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം അവരോട് വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചില വാക്കുകളുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയത് കൊണ്ടാണോ അവര് അത് ചെയ്യാത്തതെന്നൊക്കെ ഈ 3 വർഷം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ക്ഷമയുള്ള ഓരോ മനുഷ്യന്മാരും ഓരോ ക്ഷമയുള്ള പാരന്റ് ആയിട്ട് തന്നെ അതിനെ നോക്കിക്കാണുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിൽ ഏറ്റവും രസകരമായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മള് ആഫ്റ്റർ മാരേജിന് ശേഷം നമ്മൾ ഈ ചില വഴക്കുകളൊക്കെ ഉടലെടുക്കുമ്പോൾ അതിന്റെയൊക്കെ ചില കാരണങ്ങൾ എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് നമ്മളുടെ പാരന്റ്സിൽ നിന്നും നമ്മൾക്ക് ക്ലിയർ ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില മൊമെന്റ്സുകളൊന്നും നമ്മളെ പാരന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ആഫ്റ്റർ മാരേജിന് ശേഷം നമ്മൾ ഹസ്ബൻഡിൽ നിന്നാണ് ഒരു ഗാർഡിയൻ ആയിട്ട് ഹസ്ബൻഡിനെ സ്വീകരിക്കുകയും ആ ഹസ്ബൻഡിൽ നിന്ന് നമ്മളെല്ലാതും എന്താണ് ആകർഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടണം. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര, അല്ലെങ്കിൽ ആ ഫാദറിൽ നിന്നും കിട്ടാത്തതിന്റെ മുറിവുകളെല്ലാം ഹസ്ബൻഡിൽ നിന്ന് കിട്ടുമ്പോൾ മാറുന്നുണ്ടാവും അല്ലെ. ആ സമയത്താണ് നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കോട്ട് ഉണ്ടായ പിത്രോ രക്ഷ ശൈശവേ ഭർത്തോ രക്ഷ യൗവനെ പുത്രോ രക്ഷ വാർദ്ധക്യം എന്ന്. അതായത് ഈ ശൈശവത്തില് പിതാവിനാല് നമ്മൾ സംരക്ഷിക്കപ്പെടും അല്ലെ. അതേപോലെ ശൈശവത്തില് ഭർത്താവിനാലും. പിന്നെ ഈ പിതാവിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒരു സംഭവം ക്ലിയർ ചെയ്ത് കിട്ടാത്തതിനെ, അല്ലെങ്കിൽ ചില മുറിവുകൾ നമ്മൾക്ക് ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ മക്കളും അല്ലെങ്കിൽ ഓരോ പാരന്റ്സും ചിന്തിക്കുന്നത് എനിക്ക് എന്റെ മക്കളാണ് ഏറ്റവും വലുത്, മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നതൊക്കെ പറയും അല്ലെ. അതല്ല നമുക്ക് എക്സൈറ്റ് ആയിട്ട് വേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് പുത്രോ രക്ഷ വാർദ്ധക്യത്തിൽ എന്റെ പുത്ര അല്ലെ, അതായത് മക്കളോ മകനോ മകളോ ആരോ ആവാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ വെറുതെ ഇപ്പോൾ പാരന്റ്സ് ആയാലും തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർക്ക് മക്കളുടെ എല്ലാ കാര്യത്തിലും പോയിട്ട് ഇങ്ങനെ ചെകഞ്ഞ് ടെൻഷനും സ്ട്രെസ്സും അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒന്നുമില്ലാത്ത വെറുതെ വീട്ടിലിരിക്കുന്ന പാരന്റ്സിന് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ആൻസൈറ്റിയും മക്കളുടെ കാര്യത്തിൽ ഹലോ എന്താവോ എന്നുള്ള പല ചിന്തകളും വന്നു പോകുന്നുള്ളതാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം, നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ സെൽഫിന് എന്താണോ, നമ്മുടെ സെൽഫിന്റെ പേർപ്പസ് എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേ എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് അപ്ഡേഷൻസ് ഉണ്ടാവുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്നെ ഈ ഒരു വയസ്സ് വരെ ഞാൻ എന്റെ ഉപ്പ നോക്കും, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് നോക്കും, അത് കഴിഞ്ഞ ഹസ്ബൻഡ് നോക്കും, അത് കഴിഞ്ഞ മക്കള് നോക്കുമല്ലോ എന്ന് നിങ്ങൾ ഇങ്ങനെ അറ്റാച്ച്മെന്റ് ആയിരിക്കുന്നതിന് പകരം കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? എനി ഡൗട്ട്? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വളർത്തിയെടുക്കുന്നതും പരിപാലിക്കുന്നതും വാർത്തെടുക്കുന്നതും ഒക്കെ തമ്മിൽ മാറ്റമുണ്ട് അല്ലെ. പരിപാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അല്ലെ. ഈ ഭൂമിയിലെ എത്രയോ കോടാനുകോടി ജനങ്ങളും അതുപോലെ ഓരോ ജന്തുക്കളെയൊക്കെ ഈ ഭൂമിയിലിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൃഷ്ടിപ്പ് മാത്രമല്ല ഉള്ളത്, അതിന് മെയിൻ്റെനൻസും കൂടെ ഉണ്ട് അല്ലെ. മെയിൻ്റെനൻസും കൂടെ ഇപ്പോഴും നമ്മളെ സൃഷ്ടാവ് കൊണ്ടു നടക്കുന്നതിന് അതിനെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോ നിങ്ങൾക്കൊരു കുട്ടീനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി എന്റേത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിന് മുകളിൽ ഒരു സൃഷ്ടാവും ഒരു ക്രിയേറ്ററും നമുക്കുണ്ട്. അവരും നമ്മളെ വളർത്തുന്നുണ്ട്, അവരും നമ്മളെ വാർത്തെടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് സ്ട്രെസ് ഒന്നും ഇല്ലാത്ത പോസിറ്റീവ് ആയിട്ടുള്ള പാരന്റിങ് ഒക്കെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന മക്കളെ കൂടെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ പാരന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിത്തീരുന്നെന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ ഒരു ഗാർഡിയന് അല്ലെങ്കിൽ ഒരു ഗാർഡനില് ആ ഗാർഡൻ പരിപാലിക്കുന്ന അല്ലെങ്കിൽ ആ പൂന്തോട്ടം പരിപാലിക്കുന്ന ഒരു തൊഴിലാളി അവിടെ ഉണ്ടാവും അല്ലെ, ഒരു ഗാർഡിയൻ അവിടെ ഉണ്ടാവും. ആ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം പരിപാലിക്കുന്ന ഒരാളായിട്ട് എടുക്കാം. ആ പൂന്തോട്ടം പരിപാലിക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ചെടിയെ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ, ഒരു റോസ് നമ്മൾ നട്ടു അല്ലെ, അതിന് വേണ്ട വളവും എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ആ ചെടിച്ചട്ടിയില് എന്തെങ്കിലും കളകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലെ മണ്ണും വെള്ളവും ഒന്നും ഇളകാതെ, വേറൊന്നും ഇളകാതെ എത്രയോ പതിയെ മെല്ലെ മെല്ലെയാണ് നമ്മൾ അതിന്റെ ഓരോ കളകളും പിയ്തെടുക്കുക അല്ലെങ്കിൽ പറിച്ചു കളയുക എന്നുള്ളതാണ് അല്ലെ. അവിടെ നമ്മള് ഇപ്പൊ ഈ കുട്ടികളെ അടിക്കുന്നതിന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ കളകളെ പറിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്, അതോ പോയിട്ട് ശകാരിക്കുകയാണോ, പെട്ടെന്ന് അടിക്കുകയാണോ ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് ഓരോ ചെടിയിലും. അതാ ഞാൻ പറഞ്ഞത്, ഒരു ചെടിയെ നമ്മൾ പരിപാലിക്കുന്നുണ്ടെങ്കിൽ അത്രയും സൂക്ഷ്മതയോട് കൂടി, അത്രയും കെയറിങ്ങും അത്രയും ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ആ പൂവൊന്ന് നല്ല രീതിയിൽ വിടരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഉണ്ടായി കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പരിപാലിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓരോ കളകളും ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ റോസിന്റെ മൊട്ട് വരുന്നു, അത് വിരിയുന്നു, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു. ഇതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഓരോ കളകളെയും എങ്ങനെയാണോ അവിടെ പറിച്ചെടുക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളെ മക്കളിൽ നിന്നും വേണ്ടാത്തതിനെ നിങ്ങൾ കളയേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ ശകാരിച്ചുകൊണ്ടും അടിച്ചത് കൊണ്ടും മാത്രമല്ല, ശിക്ഷിക്കരുത് എന്നല്ല ഇവിടെ പറയുന്നത്. ശിക്ഷകളുണ്ട്. അത് നമ്മളുടെ ക്ഷമ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ക്ഷമിച്ച് അല്ലെങ്കിൽ ഒരു പരിധി എത്തുമ്പോൾ ഇവിടെ ഒന്ന് കൊടുത്താൽ അവൻ നന്നാവും എന്ന സമയത്ത് മാത്രമേ നമുക്ക് ശിക്ഷിക്കാനുള്ള അവകാശമുള്ളൂ. അല്ലാതെ തോന്നുന്നതിന് വഴക്കും അടിക്കാനും എല്ലാത്തിനും നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മള് പറയുന്നത് കേൾക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ സിസ്റ്റവും അവര് ചെയ്യില്ല. അവർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികള് റിലീജിയൻ, ഇപ്പൊ പാരന്റ്സ് റിലീജിയൻ ഡിപ്രഷൻ വന്നു പോകും. മക്കൾ അത് ചെയ്യുന്നില്ലല്ലോ, ഇത് ചെയ്യുന്നില്ലല്ലോ, നിസ്കാരങ്ങളായിക്കോട്ടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ബ്യൂട്ടി ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടെ അൺകണ്ടീഷണൽ ലവോട് കൂടിയിട്ട് ചെയ്തു കൊടുക്കുമ്പോ മക്കളും ഓരോ പ്രവൃത്തിയും സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കാനും ഓരോ പ്രവർത്തികൾ ചെയ്യാനും ശ്രമിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ പാരന്റ്സും, അല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം വന്നു പോയി, എനിക്ക് നാളെ ഒരു എന്തെങ്കിലും ഒരു സിസേറിയൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അഡ്മിറ്റ് ആവണം. എന്തിനാണ്? അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ ഓപ്പറേഷൻ നടത്താൻ കഴിയൂല. കാരണം അതിന് കുറച്ച് പ്രൈമറി ആയിട്ടുള്ള, പ്രാഥമികമായിട്ടുള്ള ചികിത്സകളുണ്ട് അല്ലെ. എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ എന്റെ ശരീരം ഒന്ന് നിരീക്ഷിക്കേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പേഷ്യന്റ് ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിസേറിയന് അവർ റെഡി ആണോ, അല്ലെങ്കിൽ അവരെ ഹെൽത്ത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ മക്കളിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അല്ലെ. ചിലപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസിന് 1, 2, 3 ഒരാഴ്ചയോ മുന്നെയോ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രൈമറി ചികിത്സകൾ നോക്കിയതിന് ശേഷം നമുക്ക് സെക്കൻഡറി ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെയല്ലേ നമ്മളെ മക്കളും. ഓരോന്നും ഓരോ ചികിത്സകളല്ലേ. മക്കളെ നോക്കുക എന്ന് പറയുമ്പോഴും, രോഗിയെ പരിപാലിക്കുക എന്ന് പറയുമ്പോഴും, വീട്ടിൽ വന്ന അതിഥികളെ നമ്മൾ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഇംഗ്ലീഷിൽ ഒറ്റ പേരാണ് ട്രീറ്റ്മെന്റ് അല്ലെ. ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം പോലും അത് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ നിങ്ങളെ കയ്യിൽ തന്നിട്ടുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള, മൃദുലമായിട്ടുള്ള, ഓരോ പ്യുവർ ആയിട്ടുള്ള ഹൃദയത്തോട് കൂടി ജനിച്ചിട്ടുള്ള ഓരോ മക്കളെയും നിങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ദൈവം ചോദിക്കൂലേ. നിങ്ങൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താലല്ലേ ഈ അതിഥികള് നിങ്ങളുടെ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് പറയുള്ളൂ, എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ടവരെ എന്നെ ഇത്തരം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവിടെ പോയിട്ട് പറയുള്ളൂ അല്ലെ. നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നല്ല വിരിപ്പുകള്, നല്ല മെത്ത ഒക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അവരുടെ വീട്ടിൽ പോയിട്ട് പറയില്ലേ,
ഇന്ന വീട്ടുകാര് അല്ലെങ്കിൽ ഇന്ന ആൾക്കാര് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ, അവര് നല്ല സ്വഭാവമുള്ളവരാണ്, നല്ല മനസ്സിന് ഉടമകളാണെന്ന് അവർ പറയുള്ളൂ. ഇതൊക്കെ കേൾക്കാൻ നമുക്കും ആഗ്രഹമില്ലേ? ഉണ്ടല്ലോ. അപ്പൊ ഒരു രക്ഷിതാവ് എന്ന് പറയുന്നത്, പാരന്റ് ഈസ് എ ഡിവൈൻ ആർട്ടാണ്. അതായത് ഒരു ദൈവികമായിട്ടുള്ള നാമമാണ് എന്ത്, പാരന്റ് എന്ന് പറയുന്നത്. ഓരോ രക്ഷിതാവും ഓരോ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടുള്ളവരാണ്, അല്ലെ? ഓരോ മക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോ ഓരോ പേരുകൾ അല്ലെങ്കിൽ ഈ പാരന്റ് ഈസ് എ ഡിവൈൻ അല്ലെങ്കിൽ പാരന്റിങ് ഈസ് എ ഡിവൈൻ ആർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മളെ ദൈവം സൃഷ്ടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കാരുണ്യവാനായിട്ടുള്ള നമ്മളെ സൃഷ്ടാവിനോട് നമ്മൾ നന്മകൾ അറിയിക്കേണ്ടതുണ്ട്, മാപ്പുകൾ ചോദിക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ചു എന്നുള്ളതാണ്. നമ്മളെ മക്കളുടെ പേര് ഓരോ വേണ്ടാത്തരകളും ഉപദേശങ്ങളും അടികളും എല്ലാം ചെയ്തത് നമ്മൾ മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്, അല്ലെ? 100 തെറ്റുകൾ ചെയ്താലും 100 നമുക്ക് മാപ്പ് തരാൻ നമ്മുടെ സൃഷ്ടാവ് അവിടെ ഉണ്ടെങ്കിൽ സമയം വൈകിയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പാരന്റിങ് ജേണി അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഓരോ രക്ഷിതാവും ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഓഫ് ഡിവൈൻ നെയിം എന്നുള്ള. അപ്പോ നമ്മളുടെ ഓരോ പാരന്റ് എന്ന് പറയുന്ന ഓരോ രക്ഷിതാവ്, അല്ലെ? നമുക്ക് 2 രക്ഷിതാവ് ഉണ്ട്. ആരൊക്കെയാണ്? നമ്മളുടെ ഈ പാരന്റ് എന്ന് പറയുന്നതിന്റെ എക്സാക്ട് ആയിട്ടുള്ള മീനിങ് വരുന്നത് രക്ഷിതാവ്, അല്ലെ? സ്കൂളിലൊക്കെ ചെന്നിട്ട് ആരാണ് ഗാർഡിയൻ എന്നാ ചോദിക്കുക, അല്ലെ? ആരാണ് ഗാർഡിയൻ? അപ്പൊ അവിടെ മീൻ ചെയ്യുന്നത് രക്ഷിതാവ്, അതായത് ബയോളജിക്കലി ആയിട്ടുള്ള പേരുള്ള നമ്മളെ ഉമ്മ ഉപ്പയായ ഒരു രക്ഷിതാവ്. രണ്ടാമത്തെ രക്ഷിതാവ് എന്ന് പറയുന്നത് ഇതിനെല്ലാം ഗാർഡ് ചെയ്യുന്ന ലോകരക്ഷിതാവായിട്ടുള്ള ഒരു രക്ഷിതാവ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനെയും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം, അല്ലെ? അപ്പോ ദൈവിക നാമത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് രക്ഷിതാവ് എങ്കിൽ, ദൈവിക നാമത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് രക്ഷിതാവ് എങ്കിൽ ഈ രക്ഷിതാവിന്റെ ഓരോ പ്രവർത്തനവും ദൈവികതയെ ഓർമ്മിപ്പിക്കുന്നതാവണം. എങ്കിലേ മക്കൾ അത് കണ്ടിട്ട് സ്പിരിച്വലി ആയാലും അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ടായാലും ന്യൂജൻ സൊസൈറ്റിയിലെ മക്കളെ വാർത്തെടുക്കാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. നമ്മളിൽ ആ ദൈവികതയെ ഉണർത്തുന്ന രക്ഷിതാവ് ഇല്ലെങ്കിൽ പിന്നെ എവിടുന്ന മക്കൾക്ക് ആ കണക്ഷൻ കിട്ടുക? ചിന്തിച്ചു നോക്കിക്കേ, അല്ലെ? അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ പാരന്റിങ്. ഇത് റിൻഷ മാം പറഞ്ഞ പോലെ തന്നെ ഇതൊരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്, കടലോളം പറയാനുണ്ട്. ഇത് ഞാൻ എവിടേക്കും എത്തിയിട്ടില്ല, ഞാൻ പറയണം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല, പക്ഷെ ടൈം അത് ക്രമിച്ചു. അപ്പൊ ഇൻഷാല്ല നിങ്ങൾ ഇതിന് ആക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് 2 ഡേയ്സത്തെ വെബിനാർ മാറ്റിയിട്ട് നമുക്ക് ഇനിയും ഡേയ്സുകളൊക്കെ കൊണ്ടുവരാം, വെബിനാറുകളൊക്കെ. അപ്പൊ ഇതിന് നിങ്ങൾ മാക്സിമം നിങ്ങൾ കേട്ട ഓരോ സംഭവങ്ങളും നിങ്ങളെ ജേർണിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ അത് അങ്ങനെയല്ലല്ലോ, ഓരോ തിരുത്തലുകൾ നമുക്ക് ഉണ്ടാവണം, അല്ലെ? ലോകത്തിൽ ഏറ്റവും വലിയ പഠനം എന്ന് പറഞ്ഞാൽ അൺലേണിംഗ് ആണ്. ഒരു പഠനം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അൺലേൺ ചെയ്യാണ്ട് എന്ന് ഓർത്ത് ഓരോന്ന് നന്നാക്കി എടുക്കുമ്പോൾ നമ്മളുടെ എല്ലാത്തിലും നമ്മളെ പാരന്റ് എന്ന് പറയുന്ന മക്കളെ നോക്കുക എന്നുള്ള ഭാഗം മാത്രമല്ല, നമ്മളെ സെൽഫിനും കൂടി ഒരു പാരന്റ് ആവുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കണക്ഷൻസും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മളെ സെൽഫിന് നോക്കുന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ മെയിൻ്റെനൻസ് കൊടുക്കുന്നില്ലെങ്കിൽ പോലും ദൈവം നമ്മളോട് ചോദിക്കുന്നുള്ളതാണ്, അല്ലെ? അപ്പോ മക്കളായിക്കോട്ടെ നമ്മുടെ ഓൺ ബോഡി ആയിക്കോട്ടെ ഇതിന്റെ ഒക്കെ പ്രൊഡക്റ്റ്, അല്ലെ? ഓരോ പ്രൊഡക്റ്റും നമുക്ക് ക്രിയേറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം നമ്മളെ കയ്യിൽ തന്നെയാണ്. ബാക്കി നമ്മൾ സറണ്ടറൻസോട് കൂടിയിട്ട് മക്കളെ അങ്ങ് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ മക്കള് എന്നുള്ളതിന് മാറ്റിയിട്ട് ഞാൻ എന്തായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് മക്കളെ നോക്കുക. അതായത് ഇപ്പൊ അടുത്ത് എന്റെ ഹസ്ബൻഡിന്റെ നൈബേഴ്സ് ഹോമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടീനെ അമിതമായിട്ട് നല്ല രീതിയിൽ അടുക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ കേട്ടപ്പോ ഭയങ്കരമായിട്ട് സങ്കടമായി. അതെന്താന്ന് ചോദിച്ചാല് ആ കുട്ടി കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് എത്രയോ വെള്ളം ഒഴിച്ച് ബക്കറ്റിൽ നിന്ന് അങ്ങനെ മുക്കി ഒഴിക്കുന്നുണ്ട്. വെള്ളം പോകുന്നതിനാണ് അവൾ അടിച്ചത്, ഓക്കെ. പക്ഷെ ഈ അടിച്ച സമയത്ത് അവർക്കൊന്ന് ആലോചിക്കായിരുന്നു അവരുടെ കുട്ടിക്കാലം എങ്ങനെ ആയിരുന്നു. എല്ലാം പറയുന്നത് കേൾക്കുന്ന, എല്ലാം അനുസരിക്കുന്ന, എല്ലാ ക്ഷമയുള്ള മക്കളായിരുന്നോ നമ്മള്? അപ്പൊ അത്തരം ക്ഷമയോട് കൂടിയിട്ട് നമ്മളെ മക്കളെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം അടികളിൽ നിന്നോ ശിക്ഷകളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് പോസിറ്റീവ് പാരന്റിങ് കൊണ്ട് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പാരന്റിങ് കൊണ്ട് ഇവിടെ ശിക്ഷിക്കരുത് എന്ന് പറയുന്നില്ല. ശിക്ഷകളുണ്ട്, പക്ഷെ ശിക്ഷിച്ചാൽ പോലും മക്കൾക്ക് മനസ്സിലാവണം ഇന്നതിനാ ശിക്ഷിച്ചത്, എന്റെ ഉമ്മക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം. അൺകണ്ടീഷണൽ ലവോട് കൂടിയിട്ട് അവരോട് പെരുമാറുക എന്നുള്ളതാണ്. അതായത്
ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഓരോ കുട്ടിയും ജനിച്ച സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ബയോളജിക്കലി പാരന്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം, ഓരോ കുട്ടിയും ജനിച്ച സമയത്ത് നമ്മളെ കയ്യിൽ ആ കുട്ടീനെ കൊടുന്നു തരാം, ആ ബേബീനെ കൊടുന്നു തരുന്ന സമയത്ത് നല്ല മൃദുലമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന്, നല്ല റോസാപ്പൂ പോലെ ചുണ്ട് ഒക്കെ തുടുത്ത് നല്ല രസമുള്ള ഭംഗിയുള്ള ലോല ഹൃദയമായിട്ടുള്ള, ഹൃദയത്തിൽ ഒരു കളങ്കമില്ലാത്ത ഹൃദയം കൊണ്ട് ജനിക്കുന്ന ഓരോ കുട്ടിയെയും നമ്മൾ ആ മൊമെന്റിൽ ഒരു 3, 3.5, 4 വയസ്സ് വരെ കാണുന്നത് ആ ഒരു ദൈവത്തിന്റെ പ്രതിനിധിയാണ്, ദൈവത്തിന്റെ സ്നേഹത്തോട് കൂടിയിട്ടാണ് കാണുന്നത്, അല്ലെ? അതായത് പ്രസവിച്ച ഓരോ ഉമ്മമാരും ഓരോ ഫീഡിങ് സമയത്തൊക്കെ ഉറക്കം വഹിച്ച് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവിടെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് എന്താണ്? ഇത് എന്റെ രക്ഷിതാവ് തന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ സൃഷ്ടാവ് തന്നിട്ടുള്ള ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അൺകണ്ടീഷണൽ ലവോട് കൂടിയിട്ട് നമ്മൾ അവിടെ പെരുമാറുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു മൊമെന്റ് എത്തിയപ്പോ ഈ ഒരു സ്നേഹം എന്നുള്ളത് ബ്രേക്ക് ചെയ്തു. ഇത് എന്റെ സൃഷ്ടാവിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ മറന്നുപോയി. ഏത് സമയം മുതല്? നമ്മൾ കുട്ടിയെ ഒന്നെങ്കിൽ ശിക്ഷിക്കാനും ശകാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം. ഏത് സമയം മുതല്? അവര് പറഞ്ഞു കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ വിടുന്ന സമയത്ത് അവർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. കാരണം അവർക്ക് നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നും, നമ്മളെ വീടിൽ നിന്നും, ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സംഭവം പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആ കണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ ലവ് എന്ത് ചെയ്യരുത്? സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്ത മൊമെന്റ് മുതലാണ് മക്കളും തന്നെ മാറി തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കി നാളെ റിൻഷന മാം എടുക്കും. ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും ഇതിന് ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ദാറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാ മാം പറഞ്ഞു അല്ലേ? നിങ്ങൾ ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ള കാര്യം, നമ്മളിലേക്ക് ഡെയിലി ഒരുപാട് അറിവുകൾ, ഒരുപാട് ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ കാലത്ത് അറിവിനൊരു ക്ഷാമവും ഇല്ല അല്ലെ? പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ അറിവ് കേൾക്കുന്നത്. അതായത് നമ്മൾ ഇത് എനിക്ക് അറിയണം, ഇതിൽ എനിക്കൊരു എന്നിൽ തന്നെ എന്നെ തന്നെ ഒന്ന് അറിയണം, എന്നിൽ തന്നെ ഒരു മാറ്റം വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ അറിവ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അത്രയും വാല്യബിൾ ആയിട്ടുള്ള അറിവുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ നിങ്ങൾ അറിവ് സ്വീകരിക്കുന്നത് ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ഇതിന്റെ റെക്കോർഡിംഗ് എന്തായാലും അവൈലബിൾ ആയിരിക്കും. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സെഷനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്സ് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക കേട്ടോ. റേസ് ഹാൻഡ് ചെയ്താൽ മതി, ഞാൻ അൺമ്യൂട്ട് ചെയ്തുതരാം. എനിവൺ? നിങ്ങൾക്ക് താഴെ റേസ് ഹാൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തുതരാം. ഇപ്പൊ ഇവിടെയുള്ള പാർട്ടിസിപ്പൻസ് മാക്സിമം നിങ്ങളെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ പേഴ്സണലി കണക്ട് ചെയ്യുക കേട്ടോ. കാരണം അത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആവുമല്ലോ. അപ്പൊ അത് ആ ഓരോ ഡൗട്ടുകളും വെച്ചിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ വെബിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യാം നിങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ മാക്സിമം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. ഹലോ ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? പിന്നെ ആദ്യമായിട്ടാണ് ഈ സെഷനിൽ വരുന്നത്. നല്ല ക്ലാസ് ആയിട്ട് തോന്നി. കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കണ്ടന്റ്. പക്ഷെ അതിന്റെ ഇടയ്ക്കൊന്നൊരു കോള് വന്നിട്ട് പെട്ടെന്ന് ഒന്ന് ബിസി ആയിരുന്നു. പക്ഷെ ബാക്കി റെക്കോർഡിംഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നാളെയും ക്ലാസ് തന്നെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ കിട്ടി, പെട്ടെന്ന് മനസ്സിലാവുന്ന, ശരിക്കും ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നാളെ ഉണ്ടാവും തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഉനൈസ് സർ ഫോർ ദ ഫീഡ്ബാക്ക്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഇനി ബാക്കിയുള്ളവർക്ക് ഇവിടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റെസ്പോണ്ട് ഇൻ ദ ഗ്രൂപ്പ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുക. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അത്രയും വാല്യബിൾ ആണ്. നിങ്ങൾ ഏതൊരു കാര്യം, പോസിറ്റീവ് ആണെങ്കിലും ഏതൊരു രീതിയിലാണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്
മാക്സിമം നിങ്ങൾ പറയുക കേട്ടോ. സോ ആർക്കും സംസാരിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഓക്കെ, സോ ഓക്കെ, ഇന്നത്തെ സെഷൻ കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഗ്രൂപ്പിലെ ലിങ്കും കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം നാളെയും വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ ആലോചിക്കാം. നിങ്ങൾ അതാ പറഞ്ഞത്, നിങ്ങളുടെ ഫീഡ്ബാക്കിനും നിങ്ങളുടെ റിസൾട്ടിനും അനുസരിച്ചിരിക്കും ബാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, okay, so let's wind up. See you tomorrow. Bye.